15ാമത് എംബിറ്റ്സ് ദിനം ആചരിച്ചു. മുൻ DGP ഋഷിരാജ് സിംഗ് ഉദ്ഘാടനം നിർവഹിച്ചു. എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജുകളുടെ 15ാമത് വാർഷികം എംബിറ്റ്സ് ദിനം ആചരിച്ചു. മുൻ DGP ഋഷിരാജ് സിംഗ് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ എഞ്ചിനീയറിംഗ് മേഖല ഇന്ത്യ രാജ്യത്തിൽ പ്രതിസന്ധിയിലാണ്. അത് നേരത്തെ ഇവിടെ പറഞ്ഞ കഴിഞ്ഞു. ഒരു വർഷത്തിൽ ഇന്ത്യ രാജ്യത്തിൽ എഞ്ചിനീയറിംഗ് പരീക്ഷ പാസ്സാക്കി എഞ്ചിനീയറായിട്ട് പുറത്തു വരുന്നത് 15 ലക്ഷം ആളുകളാണ്. 15 lakhs engineers India produces every year. പക്ഷേ 2 ലക്ഷം എഞ്ചിനീയർമാർക്ക് മാത്രം എഞ്ചിനീയറായിട്ട് ജോലി കിട്ടുള്ളൂ. ബാക്കി 13 ലക്ഷം എഞ്ചിനീയറിംഗ് പരീക്ഷ പാസ്സായ ആളുകൾക്ക് വേറെ മേഖലകളിൽ പോയി ജോലി തേടാനുള്ള ഇപ്പോൾ സമയം വന്നിരിക്കുന്നു. അവർ പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസിയിലോ ഫൈനാൻസിലോ അങ്ങനെ അവർ വേറെ ഫീൽഡിലേക്ക് പോകുന്നു. മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ അധ്യക്ഷനായി. ആന്റണി ജോൺ MLA മുഖ്യപ്രഭാഷണം നടത്തി. ഏലിയാസ് മാർ യൂലിയോസ് മെത്രോപൊലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. പാഠ്യേതര രംഗത്ത് മികവ് പുലർത്തിയ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ഈ വർഷം PhD കരസ്ഥമാക്കിയ കോളേജിലെ അധ്യാപകരായ G. അഞ്ജലി കൃഷ്ണ, റോബിൻ ജോർജ്, അരുൺ എൽദോ ഏലിയാസ് എന്നിവരെയും പേറ്റന്റ് ലഭിച്ച സുജി പ്രമിളയെയും കോളേജിൽ 10 വർഷം ജോലി പൂർത്തീകരിച്ച ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു. കോളേജ് സെക്രട്ടറി ലാൽ വർഗീസ് അപ്പക്കൽ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോളേജ് ചെയർമാൻ PI ബേബി, കോളേജ് ട്രഷറർ റെന്നി P. വർഗീസ്, ഡയറക്ടർ ഡോക്ടർ ഷാജൻ കുര്യാക്കോസ്, മാർത്തോമ ചെറിയപള്ളി ട്രസ്റ്റി ബേബി ആഞ്ഞിലിവേലിൽ, MBMM സെക്രട്ടറി ബിനോയ് മണ്ണഞ്ചേരി, മാർബേസിൽ സ്കൂൾ മാനേജർ ജോർജ് കൂർപ്പിള്ളിൽ, കോളേജ് ട്രസ്റ്റ് ചെയർമാൻ MS എൽദോസ്, സെലക്ഷൻ ബോർഡ് ചെയർമാൻ ഐസക് കോര, കോളേജ് യൂണിയൻ ചെയർമാൻ രാഹുൽ രാജേഷ് എന്നിവർ സംസാരിച്ചു. എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് ജോർജ് സ്വാഗതവും പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ പോൾസൺ പീറ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.